ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളിതവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. എനിക്ക് നിങ്ങളടുത്ത് ഞാൻ ഈ അടുത്ത് പോയൊരു സ്പെഷ്യൽ യാത്രയെ കുറിച്ച് പറയണമെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. പോകുന്നത് എങ്ങോട്ടാന്നല്ലേ, അതവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളെല്ലാവരും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനും അതിലേക്ക് എത്തുമ്പോഴുള്ള വഴിയിലെ കാഴ്ചകളും ഒരുപോലെ സ്പെഷ്യലാകുന്ന യാത്രകൾ കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ. സെയിം കാറ്റഗറിയിൽ പെടുന്ന ഒരു യാത്രയാണ് ഇതും. ഈ യാത്ര ഇത്രക്ക് സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം, ഞാനിന്ന് പോകുന്നത് സൗദിയിലെ മെട്രോയിലാണ്. നാട്ടിൽ ബാംഗ്ലൂരൊക്കെ ഒരുപാട് മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും സൗദിയിൽ ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസിൽ എങ്ങനെയായിരിക്കും ഈ മെട്രോ യാത്ര ഇവിടുത്തുകാരെടുക്കുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എന്നും മനസ്സിലുണ്ടായിരുന്നു. ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയമാണ് ഞാൻ ഈ യാത്ര പോകുന്നത് കേട്ടോ. എൻ്റെ മൂഡ് ഓഫിന് കാരണമാണെങ്കിലോ, എനിക്ക് കിട്ടിയ ജോബ് ലാസ്റ്റ് മൊമെൻറ്റിൽ അതോറിറ്റി ഡെസിഷൻ മാറ്റി വേറെ ആളെ ഹയർ ചെയ്തു. മൊത്തത്തിൽ ഡെസ്പായിട്ടിരിക്കുന്ന സമയത്താണ് തക്കുട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എന്നാൽ പിന്നെ നീയും കൂടെ പോര്, ഞാൻ ടിക്കറ്റ് എടുത്തോളാന്ന്. അതുകൊണ്ട് തന്നെ ഇമോഷണലി കൂടെ കണക്ഷനുള്ള ഈ യാത്ര എനിക്കൊരുപാട് സ്പെഷ്യലാണ്. അങ്ങനെ കഥ പറഞ്ഞിരിക്കുമ്പം മെട്രോ ട്രെയിൻ വന്നു. ഞങ്ങളത് ആ സീറ്റൊക്കെ കണ്ടെത്തി. ഞങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് 2 സൈഡിലെയും ഓരോ സിംഗിൾ സീറ്റായിരുന്നു. പക്ഷേ ഞങ്ങൾ ആക്ഷൻസ് കണ്ടിട്ടാണോ എന്നറിയില്ല, നല്ലവനായ ഒരു അറബി ഞങ്ങളെ ഒരുമിച്ചിരുത്തി. നമ്മളെ നാട്ടിലെ ട്രെയിനിലെ സീറ്റ് പോലെയാട്ടോ ഇതിലെ സീറ്റ്. പക്ഷേ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ലൊരു സെറ്റിങ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ഇത്. ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബൗണ്ടിയൊക്കെ കിട്ടി. നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം, പക്ഷേ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ദെൻ ഞാനിത് കാണിക്കുന്നത് നിങ്ങൾക്കൊക്കെ കാണാനും വേണ്ടിയിട്ടാണ്. അത് വേസ്റ്റ് ബിന്നാണ്. ദെൻ ഇങ്ങനെയൊരു ഇത് എല്ലാ സീറ്റിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെയൊരു സെറ്റിങ്സ് ഉണ്ടായിരുന്നു. 2 hours ഞങ്ങളുടെ യാത്ര ഉണ്ടായിരുന്നത്. എല്ലാവരും ഇറങ്ങി. ഞാനിതാ ഇതിൻ്റെ ഫുൾ പിക്ചർ കിട്ടാനും വേണ്ടിയിട്ട് ലാസ്റ്റാണ് ഇറങ്ങിയത്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടുത്തെ എല്ലാ മെട്രോ സ്റ്റേഷനും സെയിം ഡിസൈനാണ്. അടിപൊളിയാട്ടോ മെട്രോ സ്റ്റേഷൻ കാണാൻ. അങ്ങനെതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. തക്കുടുവിൻ്റെ ഓഫീസിലുള്ള ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ. ആക്ച്വലി അവർ ഓഫീസ് ആവശ്യത്തിന് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി, മദീന. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞല്ലോ, തക്കുടു ഒരു ഓഫീസ് ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇറ്റ് വാസ് നോട്ട് എ പ്ലാൻഡ് സ്പിരിച്വൽ ട്രിപ്പ്. എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ റസൂലിൻ്റെ പ്രസൻസ് ഇവിടെ ഉള്ളതുകൊണ്ടാണോ എന്നും അറിയില്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു സ്പിരിച്വൽ ട്രിപ്പ് അല്ലായിരുന്നിട്ട് കൂടി എനിക്കിവിടെ എത്തിയപ്പോഴത്തേനും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ കൾച്ചറും എല്ലാം വന്ന് ഇറങ്ങിയ സമയം തന്നെ നമ്മൾ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ടാക്സി പിടിച്ചു. നമുക്ക് പോകേണ്ട ലൊക്കേഷൻ അലഗ എന്നൊരു ഫേമസ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ തൊട്ടടുത്താണ്. അപ്പം നമ്മൾ അങ്ങനെയാണ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. മസ്ജിദുൻ നബവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഫ്രൈഡേ ജുമ്മക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. എല്ലാ തവണ പോകുന്നതിനെക്കാട്ടിലും ഇത്തവണ മദീന പോയപ്പോൾ അവിടുത്തെ ആളുകളുടെ പെരുമാറ്റമാണെന്നുണ്ടെങ്കിലും ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ ഹോട്ടൽ ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിലൊക്കെ എല്ലാം ഞാൻ ഇംപ്രസ്ഡ് ആവുന്ന രീതിയിലായിരുന്നു. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ടെൻസ്ഡ് ആയിരുന്നു റൂമിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും
ആദ്യം പോയ ഹോട്ടൽ തന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിന് നല്ല വൃത്തിയിൽ തന്നെയുള്ള റൂം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ പള്ളിയിലേക്ക് പോവുകയാണ്. തക്കുടുവിന് ഓഫീസ് ഡ്യൂട്ടി ഉള്ളത് കാരണം തക്കുടു അങ്ങനെ പോയി. റൂം തൊട്ടടുത്തായത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നതും പോയതൊക്കെ. ഇങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന ക്ലിപ്പിങ്സിനൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവും പിന്നെ ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുമ്പം ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വെച്ചിട്ടല്ലല്ലോ പോകുന്നുണ്ടാവുക. അപ്പം ഇതൊക്കെ ഞാൻ ഓരോ വക്തിനും റൂമിലേക്ക് വരുന്നതും പോകുന്നതൊക്കെയുള്ള സമയത്ത് എപ്പോഴൊക്കെയോ ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്പിങ്സ് ആണ്, ഓർഡറിലൊന്നും അല്ല. പക്ഷേ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് തോന്നി. ഇത് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോയതല്ല ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ വീഡിയോസിന് സ്പീഡും കൂടുതലായിരിക്കും. ഇതൊക്കെ പോകുന്ന വഴിയിൽ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ പള്ളീൻ്റെ തൊട്ടടുത്ത ഭാഗത്തെ പുറം കാഴ്ചകളാണ്. ഇഷാ നിസ്കാരത്തിൻ്റെ ടൈം ആയപ്പോഴേക്കും തക്കുടു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ ആണ്. സൗദി അറേബ്യയിൽ എത്തിയത് മുതൽ മനസ്സിലുണ്ടായിരുന്ന നിയത്ത് പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡായി നടന്നതിൻ്റെ ആവേശമുള്ളത് കൊണ്ട് തന്നെ ഒട്ടും ബോറടിക്കാത്ത, അതേസമയം ഒരുപാട് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റിയ ഒരു ഡേ ആയിരുന്നു എനിക്കിന്ന്. ഒരുപാട് തവണ മദീനയിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ യാത്ര ഒരുപാട് സ്പെഷ്യലാണ് എനിക്ക്. ഇങ്ങനെ ഒരു ഫുൾഫിൽഡ് അൺഎക്സ്പെക്റ്റഡ് ഡേ എൻ്റെ ലൈഫിൽ ആഡാക്കി തന്ന അള്ളാഹുവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.